കർണാടകയിൽ കുറേ വിദ്യാർത്ഥിനികൾക്ക് ഹിജാബിന്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതവിദ്വേഷം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എവിടെ വരെ എത്തി എന്നതിന്റെ ഏറ്റവും പുതിയൊരു ഉദാഹരണമാണിത്. ഈ വിഷയത്തെക്കുറിച്ച് അവിടുത്തെ കോൺഗ്രസ് MLA ആയ ഖനീസ് ഫാത്തിമ പറഞ്ഞതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യൂണിഫോമിന്റെ നിറത്തിനനുസരിച്ച് ഹിജാബ് മാറാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും ഹിജാബ് ധരിച്ചാണ് നിയമസഭയിൽ പോകുന്നത്. അത് തടയാൻ സർക്കാരിന് ധൈര്യമുണ്ടോ? ഒന്ന് തടഞ്ഞു നോക്ക് നിങ്ങൾ. പെൺകുട്ടികളെ സംസ്ഥാന വിദ്യാഭ്യാസ ഭരണകൂടം അടിച്ചമർത്തുകയാണ്. വാർഷിക പരീക്ഷകൾക്ക് 2 മാസം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ഒരു നടപടി സ്കൂളുകളിൽ നടക്കുന്നത് എന്നതും ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടികൾക്ക് സ്കൂളിൽ ഈ പരീക്ഷ എടുത്ത സമയത്ത് പ്രവേശനം നിഷേധിക്കുന്നത് എന്നതും വലിയ സീരിയസ് വിഷയമാണെന്നാണ് അവർ പറയുന്നത്. ഇതുതന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. കുട്ടികൾക്ക് ഹിജാബിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നത് വിദ്യാഭ്യാസമാണ്. കർണാടകത്തിൽ ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാതെ കോളേജിന്റെ ഗേറ്റിൽ തന്നെ തടയുകയാണ് ചെയ്യുന്നത്. 2 മാസം കഴിഞ്ഞ് പരീക്ഷ നടക്കാനിരിക്കുമ്പോഴാണ് ഈ വിലക്ക്. ക്യാമ്പസിൽ ഹിജാബ് ധരിക്കാമെങ്കിലും ക്ലാസ് മുറിക്കകത്ത് മാറ്റണമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിയമം. ബുധനാഴ്ച ചിലർ ഹിജാബ് ധരിച്ചെത്തിയതിന് പിന്നാലെ ആൺകുട്ടികൾ കാവി ഷാള് ധരിച്ചുകൊണ്ടെത്തി. ഇതോടെ വലിയ ബഹളമായി അധികൃതർ എല്ലാവരെയും അങ്ങ് നിരോധിച്ചു. ഹിജാബ് വേണോ ഹിജാബ് വേണ്ടേ, പർദ്ദ വേണോ പർദ്ദ വേണ്ടേ, മതവിശ്വാസമാകാമോ, മുസ്ലിം ആകാൻ പാടില്ലേ തുടങ്ങിയ ചർച്ചകളൊന്നുമല്ല ഇപ്പോൾ കർണാടകത്തിൽ നടക്കുന്നത്. അവിടെ നടക്കുന്നത് കൃത്യമായിട്ടും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക എന്ന ഭീകരമായ ഭരണഘടന ലംഘനമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സംഭവം കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ സംഘപരിവാറിന്റെ പ്രൊപ്പഗാൻഡ ഫാക്ടറികൾ അത്രമാത്രം ശക്തമാണ്. അത് നിങ്ങളെയും സ്വാധീനിച്ചു എന്നാണ് അതിനർത്ഥം. ഭരണഘടന എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഉറപ്പു നൽകുന്ന ഒന്നാണ് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം. അതാണ് ആ കുട്ടികൾക്ക് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്നത്. അവർ സ്കൂളിന്റെ ഗേറ്റിന് പുറത്തിരുന്ന് പ്രതിഷേധിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, അവരുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയല്ല, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയാണ് അവർ ആ സമരം ചെയ്യുന്നത്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ പെട്ടതാണ് വസ്ത്ര സ്വാതന്ത്ര്യം, മതവിശ്വാസം, വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരമൊക്കെ. ഇതൊക്കെ ഒരു കൂട്ടം മനുഷ്യർക്ക് അവർ മുസ്ലിം ആയതുകൊണ്ട് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് അവർ ജനിച്ച മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ലംഘനം തന്നെയാണ്. അതിനെതിരെ പ്രതിഷേധിക്കുക, ആ കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുക എന്നത് നമ്മുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അല്ലാതെ ആരുടെ ഔദാര്യമൊന്നും അല്ല ഇതിന് അവരെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത്. സംഖ്യകളും യുക്തിവാദികളായ രവിചന്ദ്രൻ വിഭാഗത്തിലെ നാസ്തിക മോർച്ച വിഭാഗം ഉണ്ടല്ലോ, അവരുമൊക്കെ ഒരുപോലെ ഈ കുട്ടികളെ പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ വിദ്യാഭ്യാസത്തിൽ മതം കലർത്തേണ്ട എന്നാണ് അവർ ഇതേക്കുറിച്ച് പരിഹസിക്കുന്ന കാര്യം. എന്താണ് വിദ്യാഭ്യാസത്തിൽ മതം കലർത്തുക എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? വസ്ത്രവുമായി ബന്ധപ്പെട്ടാണോ? അല്ല. വിദ്യാഭ്യാസത്തിൽ മതം കലർത്തുക എന്താണെന്ന് അനുപമ ആനമങ്ങാട് വളരെ വ്യക്തമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി അത് വായിക്കാം. ഇതിലും വ്യക്തമായി ഈ വിഷയം മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ കഴിയില്ല. ഇത് കേട്ടാൽ മനുഷ്യർക്ക് കാര്യം മനസ്സിലാവും. സംഖ്യകൾക്കും നാസ്തിക മോർച്ചയ്ക്കും ഒരു കാലത്തും ഇത് മനസ്സിലാവില്ല. നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അനുപമ എഴുതുന്നത് ഇങ്ങനെയാണ്: മതേതര വിദ്യാഭ്യാസം എന്നാൽ മതത്തിൽ നിന്ന് ഇതരമായ വിദ്യാഭ്യാസം എന്നാണ്. മതമില്ലായ്മയും മതേതരത്വവും ഒന്നല്ല, രണ്ടും 2 കാര്യങ്ങളാണ്. അത് വിദ്യാഭ്യാസ രീതിയെ കുറിച്ചുള്ളതാണ്, വിദ്യാർത്ഥികളെ കുറിച്ചുള്ളതല്ല. വിദ്യാഭ്യാസം നേടാൻ എത്തുന്നവരുടെ ശരീരത്തിലും വേഷഭൂഷാദികളിലും അല്ല മതവും മതേതരത്വവും നമ്മൾ തിരയേണ്ടത് വിദ്യ അഭ്യസിപ്പിക്കുന്ന രീതികളിലാണ്. അതിനാകട്ടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം, ഈശ്വര പ്രാർത്ഥനയോടെയാണ് നമ്മുടെ മിക്ക സ്കൂളുകളിലും ക്ലാസ്സുകൾ അസംബ്ലി ആരംഭിക്കുന്നത്. മിക്കപ്പോഴും സ്കൂൾ മാനേജ്മെന്റ് പ്രിഫർ ചെയ്യുന്ന മതത്തിൻ്റെതായിരിക്കും ഈ പ്രാർത്ഥന. ഒരുപാട് സ്കൂളുകൾ തുടങ്ങുന്നത് സരസ്വതി സ്തുതിയോടെയാണ്. രണ്ടാമത്തെ പോയിന്റ്, അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ക്ലാസ്സുകളിലും കുട്ടികളോടുള്ള പ്രഭാഷണങ്ങളിലുമൊക്കെ ദൈവത്തെയും വിശ്വാസത്തെയും മറ്റും എപ്പോഴും പരാമർശിക്കുന്നത് അത് കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇത് പലപ്പോഴും നേരിട്ടോ അല്ലാതെയോ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന മതത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാകും. 3, സരസ്വതി പൂജ, വിദ്യാരംഭം, ധ്യാനം എന്നിങ്ങനെ സ്കൂളുകൾ നേരിട്ട് നടത്തുന്ന പരിപാടികൾ ഒരുപാടുണ്ട്. ഇവയിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പലപ്പോഴും മാറി നിൽക്കാൻ കഴിയാറില്ല. ഇനി അവർക്ക് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ തന്നെ ഇതെല്ലാം ഒരു മതത്തിൻ്റെതാകുമ്പോൾ ആ കുട്ടികൾക്ക് മാറ്റി നിർത്തിയാൽ തീർച്ചയായും ഒരു പ്രശ്നം അനുഭവപ്പെടും. 4, യൂണിഫോമിന്റെ ഭാഗമായി നിർബന്ധിതമാക്കപ്പെടുന്ന മതപരവും ലിംഗപരവുമായ ഡ്രസ് കോഡുകൾ. ഇതിൽ ഹിജാബ് നിർബന്ധിത ഡ്രസ് കോഡ് ആകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെടുന്നുണ്ട്. പെൺകുട്ടികൾക്ക് നിർബന്ധിത ദുപ്പട്ട, ജെൻഡർ ന്യൂട്രൽ അല്ലാത്തതും ഈ സ്പോർട്സ് ആക്ടിവിറ്റീസ് മുതലായവയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുളവാക്കുന്ന തരത്തിലുള്ള
വസ്ത്രശൈലികൾ മുതലായവയൊക്കെ ഒരു പ്രശ്നമാണ്. അവിടെ മതമല്ല പ്രശ്നം, ജെൻഡർ കണ്ടീഷൻ ആണ് ഇവിടെ പ്രതി എന്നാണ് അനുപമ പറയുന്നത്. 5ാമത്തെ പോയിന്റ്, സ്കൂൾ ഭക്ഷണത്തിൽ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില വെജിറ്റേറിയനിസം മാത്രമേ, വെജിറ്റേറിയൻ ഫുഡെ കൊണ്ടുവരാൻ പറയൂ എന്ന് പറയുന്ന സ്കൂളുകൾ. ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ പലപ്പോഴും കുട്ടികൾ വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവരുന്നതിലെ സാധനങ്ങൾ പോലും നിയന്ത്രിക്കപ്പെടാറുണ്ട്. ചോറ് പാത്രത്തിൽ വരെ എത്തി നോക്കുന്ന അവസ്ഥയിലെത്തി. 6, പാഠപുസ്തകങ്ങളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന മതാത്മക ചിന്തകൾ പലപ്പോഴും മതേതര ആത്മീയത എന്നോ സാംസ്കാരിക പൈതൃകം എന്നോ സ്വാഭാവികമായ വിധത്തിൽ അവതരിപ്പിക്കപ്പെടുന്നവ പൊതുവെ ഭൂരിപക്ഷ മതത്തിൻ്റെതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവയെല്ലാം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്ന മതാത്മക രീതികളാണ്. ഇവയെയാണ് ഒരു ജനാധിപത്യ സമൂഹവും സർക്കാരുകളും ഓഡിറ്റ് ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് വിദ്യാർത്ഥികൾ എന്ന വ്യക്തികൾക്ക് നേരെ അവരവരുടെ മതമോ വിശ്വാസമോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പിന്തുടരാൻ കഴിയുക എന്നത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ്. വ്യക്തികളിലല്ല, വ്യവസ്ഥാപിതമായ സംഗതികളിലാണ് മതേതരത്വം പുലരേണ്ടത്. മതാധികാരത്തെയും സ്വാധീനത്തെയുമാണ് വിശ്വാസി എന്ന വ്യക്തിയല്ല ടാർഗറ്റ് ആക്കേണ്ടത് എന്ന് സാരം. ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, വിദ്യാർത്ഥികളല്ല മതാചാരങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിന്റെ ക്ലാസ്മേറ്റിന്റെ തലയിലിരിക്കുന്ന ഒരു ഹിജാബ് അല്ല അവരുടെ സ്കൂളിൽ മാനേജ്മെന്റ് മുൻകൈയെടുത്ത് ഒരു സ്ഥാപനം എന്ന നിലയിൽ കുട്ടികളെ ഉൾക്കൊള്ളിച്ച് നടത്തുന്ന പ്രാർത്ഥനയോ സരസ്വതി പൂജയോ ധ്യാനമോ ഒക്കെയാണ് സത്യത്തിൽ വിദ്യാഭ്യാസത്തിൽ ഇടകലരപ്പെടുന്ന മതം എന്ന് പറയുന്നത്. വ്യക്തികളെ മതവും ചിഹ്നവും ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുക എന്നതല്ല, അവരിൽ സ്ഥാപനങ്ങൾ അത് അടിച്ചേൽപ്പിക്കുന്നത് തടയുക എന്നതാണ് ജനാധിപത്യപരമായ പരിഷ്കരണ ബോധം. അവയുടെ പേരിൽ തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഒരിക്കലും നീതിയല്ല. ഹിജാബായാലും തട്ടമായാലും പഴനിയിലോ തിരുപ്പതിയിലോ പോയി മൊട്ടയടിച്ചതായാലും പൊട്ടുകുത്തുന്നവരായാലും ചന്ദനം തൊടുന്നവരായാലും കുങ്കുമമായാലും കുരിശുമാലയായാലും രുദ്രാക്ഷമായാലും വീട്ടുകാർ ജപിച്ചു കെട്ടിക്കൊടുക്കുന്ന ചരടുകളാണെങ്കിൽ പോലും യൂണിഫോം നിയമങ്ങളിൽ അവയെ കഴിയും വിധം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സത്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു കാര്യവുമാണ്. അനുപമ പഠിച്ചിരുന്ന കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നും പല സ്കൂളുകളിലും അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. യൂണിഫോമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും ഒരച്ചിൽ വാർത്തതുപോലെ ആക്കുക എന്നുള്ളതല്ല, മറിച്ച് സാമ്പത്തിക സാമൂഹ്യ അസമത്വങ്ങൾ കുട്ടികളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ പ്രകടമാക്കാതിരിക്കുക എന്നതാണ്. അസമത്വമാണ് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്ന വിഷയം, വൈവിധ്യമല്ല യൂണിഫോമിന്റെ ശത്രു. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതാണ് ആത്യന്തിക ലക്ഷ്യം. ഒരുപാട് ഫിൽറ്ററുകൾ വെച്ചാൽ അത് സാധ്യമാവുകയില്ല. അങ്ങനെയൊക്കെ സാധ്യമാകുമ്പോഴാണ് ലോകം വൈവിധ്യം നിറഞ്ഞതാകുന്നത്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ വിശ്വാസങ്ങളും രീതികളും മാത്രമല്ല, ലോകത്തുള്ളവരുടെ എല്ലാ വിശ്വാസങ്ങളും രീതികളും ഉണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ വെച്ചാണ് സാഹോദര്യവും മതേതര ബോധവും അവരുടെ മനസ്സിലുറയ്ക്കുന്നത്. ലോകത്തിന്റെ രീതികളിൽ നിന്ന് മറച്ചു പിടിച്ചു വളർത്തിയാലല്ല, ചുറ്റുമുള്ള വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനുമുള്ള അവസരം കൊടുക്കുമ്പോഴാണ് കുട്ടികൾ ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായിട്ട് ചുവടുകൾ വെക്കുന്നത്. ഇനി ഇവിടെ ഇത് പറ്റില്ല, പറ്റുന്ന സ്കൂളിലേക്ക് പോയിക്കൂടെ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നവർ ചെയ്യുന്നത് എന്താണ്? സത്യത്തിൽ റിലീജിയസ് സെഗ്രിഗേഷൻ അഥവാ സമൂഹത്തിന്റെ മത അടിസ്ഥാനത്തിലുള്ള വിഭജനം സാധ്യമാക്കുകയാണ് അവർ ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നിയേക്കാവുന്ന ഒരു ചോദ്യം, സത്യത്തിൽ ഈ ചോദ്യം വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഓരോരോ മതം പിന്തുടരുന്നവർ അതാത് മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ മാത്രം പോയി പഠിക്കുക, അവരുമായി മാത്രം ഇടപെട്ട് ശീലിക്കുക, മറ്റുള്ളവരുടെ ജീവിതശൈലിയുമായി യാതൊരു പരിചയവും ഈ കുട്ടികൾക്ക് ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി കൂടുതൽ കൂടുതൽ കിണറ്റിലെ തവളകളെയും മതമൗലികവാദികളെയും സൃഷ്ടിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണവർ മുന്നോട്ട് വെക്കുന്നത്. കർണാടക സ്കൂൾ പ്രശ്നത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് മുസ്ലിം മതവിദ്വേഷമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നീ അല്ലെങ്കിൽ നിന്റെ അപ്പൂപ്പൻ കുളം കലക്കിയിട്ടുണ്ട് എന്ന ലോജിക്കുമായിട്ട് അവരിനിയും ഈ പരിപാടികളൊക്കെ തുടരും. ഏറ്റവും വിഷമം തോന്നിയത് കാവിഷാൾ ഇട്ടിറങ്ങിയ ആ പെൺകുട്ടികളെ കണ്ടപ്പോഴാണ്. അവരിൽ പൊട്ടു തൊടുന്നവരുണ്ടാകാം,
കുറി തൊടുന്നവരുണ്ടാകാം, കയ്യിൽ ചരട് കെട്ടിയവരുണ്ടാവാം, കഴുത്തിൽ ഏലസ് ഇടുന്നവരുണ്ടാകാം, വിവാഹം കഴിഞ്ഞ് ഉപരിപഠനത്തിനൊക്കെ പോകുമ്പോൾ താലി അണിയുന്നവരുണ്ടാകാം, സിന്ദൂരം അണിയുന്നവരൊക്കെ ഉണ്ടാകാം. അതെല്ലാം അവർക്ക് നോർമലൈസ് ചെയ്ത് കിട്ടുന്നുണ്ട്, അത് അവർക്ക് വളരെ നോർമലായി തോന്നുന്നു. എന്നാൽ ഹിജാബ് എന്നത് അവർക്ക് അങ്ങനെ അല്ലാതായി തോന്നുന്നത് അവരിൽ വളരെ നേരത്തെ തന്നെ പറഞ്ഞ ആ സാഹോദര്യ ബോധമോ വൈവിധ്യ ബോധമോ ഉറച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അതിന് ഉത്തരവാദി എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിലേക്ക് അവരുടെ കണ്ണുകൾ തുറക്കാൻ ഇട നൽകാത്ത കുടുംബ സാമൂഹ്യ വ്യവസ്ഥകൾ മുഴുവനുമാണ്. ചുരുക്കി പറഞ്ഞാല് മതപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾക്ക് ഇട നൽകുന്ന രീതിയിൽ യൂണിഫോമുകൾ കൊണ്ടുവരണമെന്നത് വളരെ പ്രധാനമാണ്. നിർബന്ധിത യൂണിഫോമിന്റെ ഭാഗമായി മതചിഹ്നങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കുട്ടികളുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ചില ഇളവുകളൊക്കെ കൊടുക്കണമെന്നതും അതിന്റെ പേരിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് പോലും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടരുതെന്നതും നിയമമാക്കണം. അത് സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതാണ് അനുപമയുടെ ഒരു കുറിപ്പ്. ഇതിൽക്കാൾ കൂടുതൽ വിശദമായിട്ട് ഈ വിഷയം പറയാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ കുട്ടികൾക്ക് പിന്തുണ, ഇത് ജനാധിപത്യ ഇന്ത്യയാണ്. ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരമുണ്ടാകണം.